ചോദിക്കും. എല്ലാം ചോദിച്ചിട്ടാണ്. അപ്പോൾ ഉപജീവനമാർഗം ആവുമ്പോൾ അതിൻ്റെതായ തിരക്കേട് അതിന് കുഴപ്പമുണ്ടാവും. അതിൽ എന്താ കിട്ടണേന്നാ വിചാരം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. കിട്ടേണ്ടത് പുറത്തുനിന്നല്ല, കിട്ടേണ്ടത് അകത്തുനിന്നാണ്. പക്ഷേ എവിടേക്കാണ് നോക്കിക്കൊണ്ട് പോയി വിടുക ആൾക്കാർ മിക്കവാറും. നിങ്ങൾ നോക്കിയിട്ട് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ കൂടുമ്പോൾ പുറത്തേക്ക് നോക്കി നിൽക്കേണ്ടാവും, ആരെങ്കിലും വരുണ്ടോ നോക്കിക്കൊണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വൃത്യർത്ഥം തേ യജന്തോ വിതമവീം ത്വാം അനാകർണയന്തോ. അവരോട് ചോദിക്കാനൊന്നും പറ്റില്ല. ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാനില്ല എന്ന് പറയും. പിന്നെ നമ്മൾ ഓരോരുത്തരും നിങ്ങൾ കുറച്ച് ഭക്തിയൊക്കെ കാണിച്ചാൽ എന്താണ് മീരാബായിക്ക് പറ്റിയത്? മീരാബായിയുടെ റാണയാണ് ഭർത്താവ്. രജപുത്ര കന്യകയാണ് മീരാബായി. രജപുത്ര രാജകുമാരനാണ് ഭർത്താവ്. അവർ കൃഷ്ണഭക്തിയിൽ അതും എന്താ പറയുക, ഗോവർദ്ധനധാരിയായിട്ടുള്ളതായ സങ്കല്പമാണ് മീരാബായിക്കുള്ളത്. മീരാബായി എപ്പോഴും ഭഗവാനെ വഹിച്ചുകൊണ്ടാണ്. നന്നായിട്ട് പാടുകയും ചെയ്യും മീരാബായി. ഒരു ദിവസം നല്ല പാട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ അക്ബർ ചക്രവർത്തിക്ക് മീരാബായിയുടെ ഭജനം കേൾക്കണമെന്നുണ്ട്, മോഹം. ബീർബാലിന് പറഞ്ഞു കേൾക്കാൻ എന്താ വഴി എന്ന് പറഞ്ഞു. മീരാബായി ഇങ്ങോട്ടൊന്നും വരില്ല, ചക്രവർത്തിക്കാണെങ്കിൽ അങ്ങോട്ട് പോകണം. വേഷം മാറി അക്ബർ ചക്രവർത്തി പോയി. ആ ഭജനം കേട്ട സന്തോഷമായിട്ട് തൻ്റെ മുദ്രയുള്ളതായ സ്വർണത്തിൻ്റെ വലിയൊരു മാല സമ്മാനമായിട്ട് കൊടുത്തു. ആർക്ക്? മീരാബായിക്ക്. ആ മാല എടുത്തിട്ട് താൻ കഴുത്തിലിട്ടില്ല, തൻ്റെ ഇഷ്ടദേവതയായിരിക്കുന്ന ഭഗവാന്റെ കരുതി കൊണ്ടിട്ടു. അക്ബർ ചക്രവർത്തിയും രജപുത്രന്മാരും ആജന്മ ശത്രുക്കളാണ് ഇപ്പോഴും. അവർ വന്ന് നോക്കുമ്പോൾ ഈ മാല കണ്ടു, അതിൽ അക്ബറിൻ്റെ മുദ്രയുണ്ട്. ആ ക്ഷേത്രം പീരങ്കി വെച്ച് തകർത്തു ആറാണ്. അതിൽ മനപ്രയാസപ്പെട്ടുകൊണ്ടാണ് ഭർത്താവിനെ വിട്ട് ആ വിഗ്രഹം എടുത്തുകൊണ്ട് എവിടേക്ക് പോയി? വൃന്ദാവനത്തിലേക്ക് പോയി മീരാബായി. ഇപ്പോഴും മീരാകുടി വൃന്ദാവനത്തിലുണ്ട്. മീര താമസിച്ച സ്ഥലം അതേപോലെ വച്ചിട്ടുണ്ട്, ഒരുവിധം അതേപോലെ വച്ചിട്ടുണ്ട് അവരവിടെ. അപ്പം ഇതാണ് ഭക്തിയുടെ തലത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കളിയാക്കാൻ തുടങ്ങും. നിങ്ങളൊക്കെ തന്നെയായാലും ഈ വയസ്സായ ആൾക്കാരൊക്കെ വീട്ടുകാർ തന്നെ കളിയാക്കും. ഇന്ന് കുറേ ആൾക്കാർ ഇങ്ങോട്ടൊക്കെ പോയിരിക്കല്ലേ, എന്താ കാണാത്ത ആൾക്കാരെ? എന്തൊരു കല്യാണം ഉണ്ട് പോയിരിക്കണതാ, പോയില്ലെങ്കിലോ പിന്നെയാവും. അതൊക്കെ നടന്നോട്ടെ, നിങ്ങൾ വരുമോ എന്നല്ലേ പറയുള്ളവർ. ഭൗതികമായി ചിന്തിക്കുന്നവർക്ക് മനസ്സ് തിരിച്ചു വിടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ പറയും ഇത്രയൊന്നും ആവശ്യമില്ല. ഇപ്പോൾ 5 ദിവസം പരിപാടി ഉണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ പോയി കേട്ടാൽ പോലെ എന്തിനീ 5 ദിവസം കാണിക്കാനും നോക്കി പോയിരിക്കണത് ചോദിക്കും അവർ ആൾക്കാർ അല്ലേ? ഒരു ദിവസം കേട്ടാൽ പോരെ, എന്തൊരു ദിവസം പോയിരിക്കുന്ന ആവശ്യം എന്താണത്? ആ നേരം വീട്ടിൽ പണി ചെയ്തോടെ എല്ലാം പണി മാറ്റി വെച്ചാൽ വന്നിരിക്കണേ ഇവിടെ നിങ്ങൾ. ഇത് എല്ലാ ദിവസവും ഈ ഭാഗവത സപ്താഹം എന്ന് പറഞ്ഞാൽ ഒരേ ഭാഗവതം തന്നെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരേ നാരായണൻ തന്നെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാ പോയിരിക്കണേ അവിടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവാം. അവർക്ക് മനസ്സിലാവുന്നില്ല നമുക്കിത് കേൾക്കുമ്പോണ്ടാവുന്ന ഒരു സമാധാനം ശാന്തി എന്താണെന്ന് അവർക്കറിയില്ല. അവരവരുടെ തലത്തിലാണ് ചിന്തിക്കുന്നതേ, ഇതൊരു വേസ്റ്റ് ഓഫ് ടൈം എന്നാണ് വിചാരിക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ളതായ കളിയാക്കലുകളും ആക്ഷേപങ്ങളും നമ്മൾ നേരെ ഉണ്ടാവും. എന്നോട് തന്നെ സ്വന്തക്കാർ ചോദിക്കാറുണ്ട്, ഈ കാര്യം തലയ്ക്ക് നീട്ടി നടക്കുന്ന ആവശ്യം എന്താണെന്നുള്ളത്. എൻ്റെ സഹോദരിമാർ ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. അവരുടെ ഇതൊരു രസമായ കാര്യം, നിങ്ങൾക്കെന്താ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾക്കെന്താ ആവശ്യം ഞാൻ ചെയ്തു തരാം, എനിക്കിത് രസമാണ്, ഞാൻ പോഴും ഇത്രയേ ഉള്ളൂ. കാരണം എത്രയോ നല്ല ജോലി വേണ്ട ഞാൻ വന്നത് അതിന് കുറേ ചീത്ത കളിക്കും. നല്ലൊരു ജോലി റിസൈൻ ചെയ്ത് പോകുന്ന ആളാണ് ഞാൻ. ആ ജോലി റിസൈൻ ചെയ്യുമ്പോൾ എത്രയോ വിമർശനം എനിക്കുണ്ടായി, നിങ്ങൾക്ക് തലയ്ക്ക് സുഖമില്ല, കുട്ടികളൊന്നും ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല കുട്ടികൾ. അപ്പം പോന്നപ്പോൾ പറഞ്ഞു ഇവർക്ക് തന്നെ ആശങ്കയുണ്ടായിരുന്നു കുറച്ച് എന്താവും എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു തരത്തിൽ വരെ ഇൻസ്പിറേഷനാണെന്ന് ചെയ്യാൻ നോക്കിയില്ല അവിടെ. അതാണ് ഒരാൾ ചോദിച്ചത്, ഒരു ഭാര്യയും ഭർത്താവും അപ്പുറത്ത് ഓരോ വീട്ടിൽ 2 പേരുമുണ്ട്. അപ്പോൾ ഒരു വീട്ടിലെ ഭർത്താവ് എന്ത് ചെയ്തു വെച്ചാൽ മക്കളുടെ പേരിലൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊടുത്തു, വീട് വെച്ച് കൊടുത്തു. ഒക്കെ കഴിഞ്ഞപ്പോൾ എന്തിനാ ചോദിച്ചപ്പോഴും ഇതൊക്കെ കൊടുത്തിട്ട് വേണം ഞാൻ സന്യസിക്കാൻ പോകാൻ ഇയാൾക്ക്. അപ്പോൾ തൊട്ട് നേരെ ഓപ്പോസിറ്റ് വീട്ടിലെ ആ സ്ത്രീ ചോദിച്ചു, നിങ്ങൾക്ക് വല്ല വിചാരമുണ്ടോ സന്യസിക്കാൻ? അവിടെ നോക്കൂ, അയാൾ അവിടെ വീട് വെച്ച് കൊടുത്തു, ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊടുത്തു, എല്ലാം കഴിഞ്ഞിട്ട് വേണം സന്യസിക്കാൻ പോകാൻ. അപ്പോൾ ഈ ആൾ ചോദിക്കുക, നിനക്ക് സന്യാസം എന്താണെന്ന് അറിയോ? ഇല്ല. ഞാൻ തോർത്തെടുത്തുകൊണ്ടാണ് ലോകത്തുനിന്ന് തോർത്തെടുത്തുകൊണ്ടൊന്ന് തോർത്തിട്ട് അട പോയി. ഇതാ സന്യാസം. അല്ലാണ്ട് സന്യാസിയുടെ പ്രിപ്പറേഷനൊന്നും പതിവില്ല. നമ്മളൊക്കെ ഇപ്പോഴും പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. 65 വയസ്സ് കഴിഞ്ഞിട്ട് വേണം ഇനി ശരിക്ക് വീടൊക്കെ വിട്ട് പോകണമെന്ന് നടക്കില്ല. അപ്പോൾ സന്യാസം എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് വരുന്നൊരു ബുദ്ധൻ തന്നെ അറിഞ്ഞോളൂ. ബുദ്ധനായ ചൈതന്യപ്രഭുവായെങ്കിലും ചൈതന്യപ്രഭുവിന് ഭാര്യ ഉണ്ടായിരുന്നു, വിഷ്ണുപ്രിയ. നിങ്ങൾ വായിച്ചു നോക്കൂ ചൈതന്യപ്രഭുവിൻ്റെ കഥ. വിഷ്ണുപ്രിയ, ബുദ്ധന് ഭാര്യ ഉണ്ടായിരുന്നില്ലേ? പെട്ടെന്ന് തന്നെ പോണത്.
ഇതൊന്നും പ്രിപ്പയർ ചെയ്തിട്ട് പോണ കാര്യങ്ങളല്ല. അപ്പോൾ പറഞ്ഞ ഒരു ഇൻസ്പിറേഷനിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നടത്തുക. അവിടെ ഏറ്റവും വലിയ സന്യാസിമാരെ വിമർശിച്ച മഹാത്മാവാണ് ചിന്മയൻ സ്വാമികൾ, ബാലകൃഷ്ണൻ നായർ, എറണാകുളത്ത്. ഇതിന് പേരെന്തായിരുന്നു? അദ്ദേഹം പാട്രിയറ്റിലോ ഹെറാൾഡ്, നാഷണൽ ഹെറാൾഡിലോ MA ലിറ്ററേച്ചർ അദ്ദേഹം, ഇംഗ്ലീഷിൽ ക്വാളിഫിക്കേഷൻ. അന്നത്തെ ഇത്ര നല്ല ഇംഗ്ലീഷ് ഞാൻ കേട്ടിട്ടില്ല. അങ്ങോട്ട് ഡിസ്കോഴ്സ് കേട്ട് കഴിഞ്ഞാൽ ഇരുന്ന് പോകും. മലയാളം പറയുകയാണെന്നേ തോന്നുള്ളൂ ഇംഗ്ലീഷ് പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ. ഹൈലി ഹ്യൂമറസ് ആണ്. ഞാൻ കുറേ കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹം ഋഷികേശിൽ പോയത് തന്നെ സന്യാസിമാരുടെ ശരിയായ ഇത് ഞാൻ പുറത്ത് കൊണ്ടുവരും എന്ന് പറഞ്ഞ് പോയത്. അവിടേക്ക് ആദ്യം പോയി ശിവാനന്ദാശ്രമത്തിലേക്ക്, ഋഷികേശിൽ. അവിടെ ചെന്നപ്പോൾ ശിവാനന്ദ സ്വാമി ഡോക്ടറാണ്. അത് ശരിക്കും ആയുർവേദ മറ്റേ അലോപ്പതി ഡോക്ടറാണ് അവിടെ ഇരിക്കുന്നത്. ഒരു കൗപീനോ മാത്രമേ എടുത്തിട്ടുള്ളൂ. അവിടെയുള്ള എല്ലാവർക്കും ചികിത്സ ഫ്രീ. കുഷ്ഠരോഗികളെ പോലും അദ്ദേഹം സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ അദ്ദേഹത്തിന് മനസ്സിലായത് സന്യാസി എന്നുള്ള പ്രവൃത്തി അത്ര അവിടുന്ന് ഇത് കിട്ടി, ആൾക്ക് ദീക്ഷ കിട്ടി. ദീക്ഷ കിട്ടി ശിവാനന്ദ സ്വാമികൾ പറഞ്ഞു, കൂടുതൽ വല്ലതും അറിയണമെങ്കിൽ മറ്റേ തപോവൻ സ്വാമി എടുത്ത് പൊക്കോളൂ, എന്താ ഉത്തരകാശിയിലേക്ക് പോകണം. ഉത്തരകാശി പോയിട്ട് തപോവൻ സ്വാമിയുടെ കൊല്ലംകോട്ടുകാരനാണ്, മലയാളിയാണ് അദ്ദേഹം. പക്ഷെ അവരെ പഠിപ്പിച്ചത് ഹിന്ദിയിലാണ്. ഏറ്റവും രസം അതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്കറിയില്ല എന്താ. അപ്പം നമുക്ക് വിമർശിക്കാൻ എളുപ്പമാണ്, പക്ഷെ നമ്മൾ പരീക്ഷ നോക്കിയാലേ മനസ്സിലാവുള്ളൂ അതിൽ എന്താ അതിൻ്റെ രസം എന്നുള്ളത്. പല പ്രതിസന്ധികളെ കടന്നു പോകാനുള്ളതായ ശക്തി തരും നമുക്ക് സ്പിരിച്വൽ അവയർനെസ്, സംശയമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും ചിലതിലൊക്കെ. ഏതായാലും പിന്നെ പറഞ്ഞത് ഇങ്ങനെ കളിയാക്കുന്ന ആൾക്കാരുടെ പിന്നെ പറഞ്ഞ ഓരോ യുഗത്തിനും ധർമ്മങ്ങളുണ്ട്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം. ആദ്യം പറഞ്ഞത് ശ്വേതഛായം കൃതിത്വം, വെളുത്ത രൂപത്തിലെ വിഷ്ണുഭഗവാനെയാണ് കൃതയുഗത്തില് തപസ്സിയാണ് മഹർഷിമാര് ധ്യാനിച്ചത്. അത് മുഴുവൻ സത്വഗുണമാണ് അവിടെ. ശ്വേതഛായം കൃതിത്വം മുനിവര വപുഷ പ്രീണയന്തേ, അതാണ് അദ്ദേഹത്തിന് പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ളതായ തപസ് മാത്രമാണ് ആ സത്യയുഗത്തിലെ ഹൃദയയുഗത്തിലെ വെളുത്ത രൂപത്തില്. ത്രേതായുഗത്തിലേക്ക് വന്നപ്പോൾ എന്തായ സൃക്സുവാദ്യങ്കിത അരുണതനും, ചുവന്ന നിറയും, അഗ്നിയുടെ നിറമായിട്ട്. അപ്പം എന്താ ഈ ത്രേതായുഗത്തിലെ പ്രധാനമായ ഉപാസന രീതി യജ്ഞമായി തീർന്നു, യാഗങ്ങളായി തീർന്നു. അതാണ് ത്രേതായം സുസുവാദ്യങ്കിത അരുണതനും യജ്ഞരൂപം ഭജന്തേ, പ്രീണന്തേ ഭജന്തേ, യജന്തേ, ഭജന്തേ അല്ല യജന്തേ, യജനം ചെയ്തു. അത് കഴിഞ്ഞ് ദ്വാപരയുഗത്തിലേക്ക് വന്നു. സേവന്തേ തന്ത്രമാർഗൈ വിലസത് അരിഗതം, അതായത് ശംഖചക്രകഥാപത്തിൽ കൂടിയിട്ടുള്ളതായ ദ്വാപരേ ശ്യാമളാംഗം, നീല നിറത്തിലുള്ളതായ ഒരു എന്നാണ് ഈ ദ്വാപരയുഗത്തിലാണ് പൂജ തുടങ്ങിയത്. അപ്പം സത്യയുഗത്തിലെ തപസ്, ത്രേതായുഗത്തിലെ യജ്ഞം, ദ്വാപരത്തിലെ പൂജ, കലികാലത്തിലോ നാമജപം. ആ ശ്ലോകമൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതി, അറിയാൻ പറ്റും. നീലം സങ്കീർത്തനാദ്യൈ ഇഹ കലിസമയേ മനുഷ്യസ്ത്വം ഭജന്തേ, പ്രീണന്തേ യജന്തേ സേവന്തേ ഭജന്തേ. 4 എണ്ണം പറഞ്ഞിട്ടുണ്ട് അവിടെ. അപ്പം ഈ കാലത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് നാമജപം. അതാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ പൂജ, അപ്പോൾ ഇതൊക്കെ ആ യുഗധർമ്മങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് അവിടെ. പിന്നെ പറഞ്ഞു ഏറ്റവും നമുക്ക് എന്ത് പറഞ്ഞാലും എല്ലാവരും കാര്യം പറയാറുണ്ട്, കലികാലല്ലേ. ആ കലികാലത്തിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കണതെന്ന് പറയാൻ ആൾക്കാരുണ്ട് അല്ലേ. സ്വയം കാലേയകാലോ ചെയ്തി മുരരിവോ എത്ര സങ്കീർത്തനാദി നിർയത്നൈരേവ മാർഗേ അഖിലതന ചിരാസ്വത്പ്രസാദം ഭജന്തേ. ഈ കലികാലത്തിൽ ഒരു ഉപാസന ആവശ്യമില്ല, പൂജ വേണ്ട, തപസ് വേണ്ട, അതൊന്നും നടക്കില്ല. ശ്രദ്ധ കിട്ടില്ല നമുക്ക്. ഇവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ശ്രദ്ധ കിട്ടാറില്ല. എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ടാവുന്നുണ്ട്. എന്നിട്ട് അനേകം നോക്കുന്നുണ്ടാവും, ശരിയാണ്. പക്ഷേ ചിന്തിക്കുന്നത് വേറെ ഉള്ളതൊക്കെ ആയിരിക്കും. നാളെ ഞായറാഴ്ചയാണ്, നാളെ അവിടെ പോവാണ്ട്, ഇവിടെ പോവാണ്ട്, മറ്റത് ചെയ്യാണ്ട്, ഇയാളെന്ന് പോവുകയായിരിക്കുമല്ലോ, സമാധാനമുണ്ട്. അങ്ങനെ എന്നെ നോക്കണമൊക്കെ ഉണ്ട്. ഈ നോക്കുന്നിടത്ത് അതാണ് കണ്ണുണ്ടായ പോരാ കാണുന്ന പറയും. നോക്കുന്നിടത്തേക്ക് അവർ ശ്രദ്ധ പോകണം. ചിലപ്പോൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ തപസ് പറ്റില്ല, പിന്നെ യാഗവും പറ്റില്ല, കാരണം അതിനുള്ളതായ തപസ്സൊക്കെയൊന്നുമില്ല. പൂജയും പറ്റില്ല. എന്താ പൂജയ്ക്ക് പറ്റാത്തത്? ഇവിടെ തന്നെ ആലോചിച്ചോളൂ. ഈ തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞ പൂവല്ലേ ഉപയോഗിക്കുന്നത്.
അത് അവർ പൂടിച്ച് കടിച്ചിട്ടൊക്കെ മാല ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ പൂടി എങ്ങനെയാണെന്ന് അറിയില്ല. നെയ്യായാലും മിൽമ എന്ന് പറഞ്ഞ നെയ്യാ ഉപയോഗിച്ചു. മിൽമ പട്ടിയുടെ പാലാണോ പൂച്ചയുടെ പാലാണോ പശു ആർക്കറിയാം. ഇവിടെ തന്നെ അടുത്ത് തന്നെ ഉണ്ടല്ലോ എൻ്റെ പ്ലാന്റ്. അതും അറിയില്ല. വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ സാധനം, വെളിച്ചെണ്ണയുടെ ആ ഒരു എസൻസ് ഒഴിച്ചിട്ട് മണം ഉണ്ടാക്കണം മിക്കവാറും. ശരിക്കുള്ള വെളിച്ചെണ്ണ കിട്ടാനില്ല, ഇപ്പം പൊട്ടൂല്ലേ, തേങ്ങ കിട്ടാനില്ല. നല്ലെണ്ണ, ശരിക്കും നല്ലെണ്ണയ്ക്ക് ഒരു ലിറ്ററിന് 750 രൂപ 900 രൂപ വില വരും. നമ്മൾ വാങ്ങിക്കുന്നത് 250 രൂപയ്ക്ക്. അപ്പോൾ നല്ലതാണോ അത്? മറ്റുള്ളവരാണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത്. ഏത് പൂജ അത് ഇതൊക്കെ പറഞ്ഞില്ലേ. ഇത് മുഴുവൻ തരുന്നത് ഹോട്ടലിൽ നിന്നുണ്ടാവുന്ന ആ മത്സ്യവും മാംസവും ഒക്കെ വറുത്ത എണ്ണ ശുദ്ധീകരിച്ച് വരുന്ന സാധനങ്ങളാണ് ഇതകത്തേക്ക് പോണത്. അപ്പം ഇതുകൊണ്ട് പൂജാ സാധനങ്ങളും ഇവിടെ ശുദ്ധമായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ആകെ കൂടി ശുദ്ധമായിട്ട് കിട്ടാവുന്നത് സ്വന്തം നാവുകൊണ്ട് ചെയ്യുന്ന നാമം മാത്രമേ ഉള്ളൂ. നാരായണ നാരായണ, അതിന് അശുദ്ധിയില്ല. അതുകൊണ്ട് കലികാലത്തിൽ പുറത്തെ ഒരൊറ്റ വസ്തുവിന് ശുദ്ധി ഉണ്ടാവില്ല. അപ്പോൾ ശുദ്ധി ഉണ്ടാകുന്ന ഒരൊറ്റ വസ്തു നാവുകൊണ്ട് ജപിക്കാവുന്ന നാമമായതുകൊണ്ട് ആ നാമോപാസനയാണ് കലികാലത്തിൽ വിധിച്ചിട്ടുള്ളത്. അതുപോലെ കലിയെ കൊല്ലാൻ നോക്കിയത്രേ പരീക്ഷ മഹാരാജാവ്. ദൈവാതത്രൈവ ജാതാൻ ശൈവശിരസൈ ആയോ. അത് വളരെ നല്ലൊരു പ്രാർത്ഥനയാണ്. ഈശ്വര അവിടുത്തെ കൃപ കൊണ്ട് ഞാൻ ജനിച്ചിരിക്കണു, ഞങ്ങളെ വഴിതെറ്റിക്കില്ലത് ഇത് പറയേണ്ട അവിടെ. അതുപോലെ ഭക്താസ്താവർ കലോ ദ്രുമണ ഭൂമിതോ പുരുഷസ്തോച്ചി, അതല്ലല്ലോ, അതാ പറയണ്ടേ അല്ലേ. കാവേരിയും താമ്രവർണിയും അനുവില, അത് പട്ടതിപ്പാട് പറയേണ്ടത് എല്ലാ മഹാത്മാക്കളും ഉണ്ടായിട്ടുള്ളതൊക്കെ നദീതീരങ്ങളിലാണ്. താമസാ തീരത്ത് വാൽമീകി, സരസ്വതി തീരത്ത് വ്യാസൻ, അങ്ങനെ എല്ലാ നദീതീരത്തും എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. ഞാനും ഗുരുവായൂരപ്പ നീളാനദിയുടെ തീരത്താണ് ഞാനും ഉണ്ടായിട്ടുള്ളത്. ചന്ദനക്കാവ് എന്ന് പറയുന്ന സ്ഥലത്തിന് അവിടെയാണ് പടയപ്പാട്ടില്ല. അവിടെ ഞാൻ സത്താനിച്ചിട്ടുണ്ട്. അദ്ദേഹം പൂജിച്ചിരുന്നതായ ചുമരുമ്മല് ചിത്രം വരച്ച് നിവേദ്യം കൊടുത്തിരുന്ന ഒരാളാണ് മേപ്പത്തൂർ പടയപ്പാട്. ഇപ്പോഴും ആ ചിത്രമുണ്ട്, അവിടെ പൂജാനുകളുണ്ട്. ചന്ദനക്കാവ് എന്ന് പറയുന്ന സ്ഥലത്തിന് അവിടെ പോകേണ്ട സ്ഥലമാണ്. ഭഗവാൻ അവിടെയാണ് വേദം പഠിച്ചത് പടയപ്പാട്. അതിനടുത്താണ് മേപ്പത്തൂരിൻ്റെ സ്മാരകം ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനും ഈ നദീതീരത്തായതുകൊണ്ട് എന്നെയും ആശാപാസങ്ങളിൽ ബന്ധിച്ചുകൊണ്ട് എന്നെ വട്ടത്തിരിക്കില്ലേ. ആശാപാസയിൽ നിബദ്ധ ഭ്രമയന ഭഗവൻ. അപ്പം അതുകൊണ്ട് പൂരിയസ്തൊന്നിശേവം അവിടുത്തെ. പിന്നെ ദൃഷ്ട്വാ ധർമ്മദ്രുഹം തം കരിം അപവരുണം പ്രാക് പരീക്ഷിത് പരീക്ഷിത് ഹന്തും വ്യാകൃഷ്ടകോപിന വിനികതവാൻ സാരവീതി ഗുണാംശ. അതായത് കലിയെ കൊല്ലാൻ നോക്കിയത്രേ പരീക്ഷിത മഹാരാജാവ്, കലിയെ ഇല്ലാതാക്കാനായിട്ട്. അപ്പം കലി പറഞ്ഞു, എന്നെ ഇല്ലാതാക്കരുത്, എനിക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്താ ഏറ്റവും വലിയ ഗുണം? നാമജപം കൊണ്ട് മാത്രം ഈശ്വരനെ പ്രാപിക്കാവുന്ന ഒരു യുഗമാണ് കലി. അപ്പോൾ കലിയോട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ രാജ്യത്ത് നിന്നെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് പരീക്ഷ മഹാരാജാവ് പറഞ്ഞു, എനിക്ക് താമസിക്കാൻ സ്ഥലം തന്നാൽ മതിയെന്ന്. അപ്പോൾ എന്താ സ്ഥലം വേണ്ടതെന്ന് ചോദിച്ചു. 4 സ്ഥലം കൊടുത്തു ചക്രവർത്തി. 1 മദ്യപാനം ചെയ്യുന്ന സ്ഥലം, 2 ചൂത് കളിക്കുന്ന സ്ഥലം, അതായത് ഗാംബ്ലിംഗ്, 3 മാംസം വെക്കുന്ന ഇടം, 4 വേശ്യാലയം. ഈ 4 സ്ഥലത്തിൽ കലിക്ക് താമസിക്കാം. എന്തൊക്കെയായി? മദ്യം, ഗാംബ്ലിംഗ്, മാംസം വെക്കുന്ന ഇടം, പിന്നെ വേശ്യാലയം. അപ്പോൾ പറഞ്ഞു ഇത് മാത്രം പോരാ, ഒരു സ്ഥലം കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു സ്വർണം വെക്കുന്ന ഇടം. അപ്പോൾ ഈ 5 സ്ഥലത്ത് അത്രേ കലി വസിക്കുക. ഈ 5 സ്ഥലത്ത് പോവാതിരുന്നാൽ കലിബാധ ഉണ്ടാവില്ല. ഇന്ന് എല്ലാവരും പോണത് ഈ 5 സ്ഥലത്തേക്കാണ്. പിന്നെ ഇങ്ങനെ ശരിയാവും. അപ്പോൾ ആരുടെ കുഴപ്പം? കാലത്തിനല്ല കുഴപ്പം, നമ്മുടെ കുഴപ്പമാണതല്ലേ. ഇന്ന് ഏറ്റവും കൂടുതൽ അച്ചടക്കത്തോടു കൂടി നല്ല ചരടൊക്കെ കയ്യുമ്പോൾ കെട്ടി കൈകൊണ്ട് കൊടുത്ത് കുറിയും തൊട്ട് ക്യൂ നിൽക്കുന്നത് എവിടെയാണ്? ബീവറേജിന് മുമ്പിലാണ്. എന്തൊരു അച്ചടക്കാന്നറിയോ? വളരെ കറക്റ്റായിട്ട് ആ എന്താ പറയുക, കോവിഡ് കാലത്ത് ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ട് 6 അടി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് ഒക്കെ ഉണ്ടാവും. അത് ആ കുപ്പി കിട്ടിക്കഴിഞ്ഞാൽ തീർത്ഥം കിട്ടിയ അനുഭവം കൊണ്ട് ഓടുന്നത്. ഇത്തിരി സന്തോഷം. കുപ്പി കിട്ടിക്കഴിഞ്ഞാൽ, പറഞ്ഞ കുപ്പി കിട്ടിക്കഴിഞ്ഞാൽ എത്ര ഞാൻ ചിലപ്പോൾ ഈ ശബ്ദം കഴിഞ്ഞ് വന്ന കാര്യം നോക്കിക്കൊണ്ട് നിൽക്കും ഞാനവിടെ. എന്തൊരു അച്ചടക്കാന്നറിയോ? അമ്പലത്തിൽ വന്ന അച്ചടക്കമൊന്നുമില്ല, എവിടെ കിടന്ന് തുള്ള നടക്കുന്നത്. അവിടെ ചെന്ന കുപ്പി കിട്ടുന്നവരെ എന്തൊരു അച്ചടക്കാന്നറിയോ കാണിക്കുക അവരവിടെ. അതല്ലേ മിക്കവാറും. അതുപോലെ തന്നെ മാംസം നിൽക്കുന്നിടത്ത് ഈ ഞായറാഴ്ചകളിലൊന്നും അമ്പലത്തിൽ പോയില്ല ആൾക്കാർ.
എന്താ പോകാത്തത്? നോൺ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ സംശയം, നോൺ കഴിച്ച് അമ്പലത്തിൽ പോകാൻ പാടുമോ? നമ്മുടെ അസംബന്ധിച്ച് ചുറ്റുപാടും കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു നോൺ കഴിച്ച് അമ്പലത്തിൽ പോകാൻ പാടുമോ? ഞാൻ പറഞ്ഞു അകത്ത് ചെന്നാൽ അത് ആഹാരം മാത്രമാണ്, അത് നോണും ഒന്നും അല്ല. അത് ഈ വായിൻ്റെ അവിടെ വരെയുള്ളൂ അതിന് വ്യത്യാസം അല്ലേ? നമ്മൾ നക്കി തിന്ന് അല്ലെങ്കിൽ സ്വാദ് നോക്കി തിന്നുന്ന സാധനമാണിത്. ഈ നാക്കിൻ്റെ അടുത്ത് ഒരു 1/2 സെൻറ്റിമീറ്റർ സ്ഥലമുള്ളൂ ഈ ടേസ്റ്റ് അറിയണത്. ഈ ടേസ്റ്റിംഗ് ഗ്ലാൻസ് കുറച്ചുള്ളൂ അവിടെ. അത് കടന്നു കിട്ടാനാണ് ഈ ബുദ്ധിമുട്ട് മുഴുവൻ. അതായി നക്കി നടക്കുന്നത്. അതാണ് നമ്മുടെ പേര് തന്നെ അതായത്. അത് കഴിഞ്ഞാൽ അകത്ത് ചെന്നാൽ പിന്നെ ഇതൊക്കെ ഒരുപോലെയാണത്. ഈ ആമാശത്തിൽ പോയി കഴിഞ്ഞാൽ ഒക്കെ ഒരുപോലെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് കഴിച്ചതുകൊണ്ട് അമ്പലത്തിൽ പോകാണ്ടിരിക്കണ്ട, നിങ്ങൾക്ക് എക്സ്ക്യൂസാണിത്. ശരിക്ക് എന്ത് അമ്പലത്തിൽ പോകാണ്ടിരിക്കാനുള്ള എക്സ്ക്യൂസ് ഞാൻ നോൺ കഴിച്ചിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഇതകത്ത് പോയാൽ അത് ഭക്ഷണം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല, അപ്പോൾ പോളൂ. അതുപോലെ പല കാരണങ്ങളുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും നാമം ജപിക്കാണ്ടിരിക്കാനും അമ്പലത്തിൽ പോകാണ്ടിരിക്കാനുള്ള എക്സ്ക്യൂസ് കണ്ടുപിടിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഒരാൾ പുറത്തായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ പോകില്ല. അപ്പോൾ പുറത്തായാലും കുറിച്ച് പുറത്താക്കിയാൽ പോരെ, അതല്ലേ ഉള്ളൂ. അതുപോലെ ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ട് അല്ലേ? ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഭാര്യ വീട്ടിൽ പോകണം, മക്കൾ